നാച്ചുറോപ്പതി എന്ന് പറയുന്നത് ആക്ച്വലി ആയുർവേദത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം നമ്മൾ നാച്ചുറോപ്പതിയിൽ പറയുന്ന അല്ലെങ്കിൽ ആ വിഷയം വന്നത് തന്നെ ആയുർവേദത്തിലുള്ള ഭക്ഷണക്രമങ്ങളും അതുപോലെ ചര്യാക്രമങ്ങളും ഓരോ രോഗത്തിനും അനുസരിച്ചുള്ള പ്രത്യേക ചര്യകൾ തന്നെ ദിനചര്യകൾ തന്നെ ആയുർവേദത്തിൽ മാറ്റം പറഞ്ഞിട്ടുണ്ട്. പഥ്യാപഥ്യങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു വിഭാഗമാണ് സത്യം പറയുകയാണെങ്കിൽ ഈ പ്രകൃതി ചികിത്സ എന്നുള്ള ഒരു വിഭാഗമായിട്ട് മാറിയത്. പിന്നെ ഈ വിഷയത്തിൽ അവർ പല ഡോക്ടേഴ്സും കൂടുതൽ ഗവേഷണം നടത്തുകയും അതിനൊരു പ്രത്യേക പദ്ധതി അവർ തയ്യാറാക്കുകയും ചെയ്തു എന്നല്ലാതെ ആയുർവേദത്തിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു ശാസ്ത്രശാഖയല്ല പ്രകൃതി ചികിത്സ എന്നുള്ളത് ഉറപ്പുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് യോഗ എന്ന് പറയുന്നത്. യോഗ ആയുർവേദത്തിൻ്റെ ഒരു ഭാഗമാണ്. ആയുർവേദത്തിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ടുള്ളൊരു ചികിത്സാ പദ്ധതിയൊന്നുമല്ല യോഗ എന്ന് പറയുന്നത്. യോഗയിൽ പല കാര്യങ്ങളും നമ്മുടെ ഒരു മനുഷ്യനെ എങ്ങനെ നന്നായി ജീവിക്കണം, അവൻ്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള സംതൃപ്തി എങ്ങനെ ഉണ്ടാക്കണം എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചില യോഗാസനങ്ങളും അതുപോലെ തന്നെ മെഡിറ്റേഷൻ തുടങ്ങിയുള്ള ദർശനങ്ങൾ, ആയുർവേദ ദർശനങ്ങളെല്ലാം തന്നെ നമ്മൾ ഫിലോസഫിക്കൽ ഔട്ട്ലുക്കോട് കൂടി തന്നെ വന്നിട്ടുള്ള ഒരു ശാഖയാണ് യോഗ എന്ന് പറയുന്നത്. ഇന്ന് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ് യോഗ എന്ന് പറഞ്ഞാൽ അത് വേറൊരു ശാസ്ത്ര ശാഖയാണെന്നല്ല. അതില്ല, അത് ആയുർവേദത്തിൻ്റെ ഭാഗം തന്നെയാണ്. സിദ്ധ മെഡിസിൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ആയുർവേദ ചികിത്സകളുമായിട്ട് നോക്കുമ്പോൾ ചെറിയ മാറ്റങ്ങളുണ്ട്. അതായത് സിദ്ധ മെഡിസിൻസിൽ കൂടുതൽ ഭസ്മ സിന്ധൂരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സയാണ്. തമിഴ്നാട്ടിലാണ് സാധാരണ ആ ഭാഗങ്ങളാണ് സിദ്ധ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അവിടെ ആയുർവേദ കോളേജിന് പകരം സിദ്ധ കോളേജ് എന്നുള്ള പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. അത് ആയുർവേദത്തിൻ്റെ ഒരു ശാസ്ത്ര ശാഖയാണ്. രസസിന്ധൂരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ശാസ്ത്ര ശാഖയാണ് ശരിക്കും സിദ്ധ എന്ന് പറയുകയാണെങ്കിൽ. ആയുർവേദത്തിൻ്റെ ഈറ്റില്ലമായ കേരളത്തിൽ ആയുർവേദത്തിൻ്റെ മാഹാത്മ്യം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കേണ്ട ചുമതല ഓരോ പൗരൻ്റെയും കയ്യിൽ നിക്ഷിപ്തമാണ്.